ദേഷ്യം എന്നത് ദേഷ്യം മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള അങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട്. അതിനൊക്കെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, എത്ര സമയം ഉണ്ടാവും അതിന്റെ ആയുസ്? ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ 5 മിനിറ്റ് കൊണ്ട് അയാൾ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടാവും. അത് ചില ആളുകളുടെ മനസ്സിൽ വല്ലാത്ത മുറിവായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ദീർഘകാലമായി തുടരുന്ന ഒരു ബന്ധത്തിൽ വലിയ പൊള്ളലും വിള്ളലും സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഹദീസില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വന്നാല് നിങ്ങൾ മിണ്ടരുത് എന്നാണ്. ദേഷ്യം വരരുത് എന്നല്ല, ദേഷ്യം വരുമല്ലോ, മനുഷ്യനല്ലേ. അതുകൊണ്ടാണ് ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്ന് ഖുർആൻ പറഞ്ഞത്. എന്തുകൊണ്ടാ? ദേഷ്യം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് ഏറ്റവും നല്ലൊരു മാർഗം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, കലാകാരനാണ്, സൂര്യാകൃഷ്ണമൂർത്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, മുറിവുകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരച്ഛന്റെയും മകന്റെയും കഥയാണ്. അച്ഛനും മകനും നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. അങ്ങനെ അച്ഛനൊരു കാറ് വാങ്ങുന്നു. ആ കാറിൽ മകനെ ഇരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകൻ കാറിന്റെ അടുത്തേക്ക് ഓടുന്നു. എന്നിട്ട് ആ കാറിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ദേഷ്യത്തോടെ വന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇരുമ്പിന്റെ കമ്പ് കൊണ്ട് അവന് കാറിൽ എന്തൊക്കെയോ കുത്തിവെക്കുന്നു. അച്ഛന് പെട്ടെന്ന് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായി. ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് അവനെ അടിച്ചു എന്ന് മാത്രമല്ല, പൊതിരെ അടിച്ചു. ദേഷ്യം മാറുന്നത് വരെ അടിച്ചു. അച്ഛന് ദേഷ്യമൊക്കെ മാറി. പക്ഷെ എന്നിട്ടും മകൻ കരച്ചിൽ നിർത്തുന്നില്ല. കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുന്നത്, ഈ 2 വിരലുകളും ഇങ്ങനെ വല്ലാതെ വറക്കുന്നുണ്ട്. ആ കൈ 2 വിരലുകൾക്കും അവന് വല്ലാത്ത വേദനയുണ്ട്. അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. കുറെ സമയത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വിരലുകൾക്കും ഇനി സ്വാധീനം ഉണ്ടാവില്ല. അച്ഛന്റെ സങ്കടത്തിന്റെ ആഴം എത്ര വലുതായിരിക്കും. അയാൾ ആ കാറിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് കരയാണ്. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്, എന്താണ് അവൻ കാറിൽ കുത്തി വരച്ചത് എന്ന്. സൂക്ഷിച്ചു നോക്കിയപ്പോ അച്ഛന് മനസ്സിലായി, അവൻ എഴുതി വെച്ചത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു. അവൻ വേറെ ഒന്നും കുത്തി വരച്ചിട്ടില്ല. അവൻ എഴുതിയത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് നേരത്തെ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് ആ അച്ഛന് നഷ്ടപ്പെട്ടത്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, പാസീവ് എമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന്. നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അതിനൊക്കെ കുറച്ചു നേരത്തെ ആയുസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുറച്ചു നേരം കൊണ്ട് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പെർമനന്റ് റിലേഷൻഷിപ്പിനെയാണ്. ബന്ധങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, ഈ 5 മിനിറ്റ് നേരത്തേക്കുള്ളതല്ല. പക്ഷേ ആ 5 മിനിറ്റ് നേരം കൊണ്ട് എന്തൊക്കെയായിരിക്കും മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠം പറഞ്ഞു തരുന്നത്. ദേഷ്യം പല അനീതികളും നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണം എന്ന്. നിങ്ങളെ ചില ആളുകളൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടാവും. വാക്കുകൊണ്ട്, ആരോപണങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, പരിഹാസം കൊണ്ട് നിങ്ങളെ പലരും വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും. അതാണ്. നിങ്ങളെ ചില ആളുകൾ കരയിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരാളെയും കരയിപ്പിക്കരുത്. നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാവും. അതാരാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിങ്ങൾ കാരണം അയാൾക്കെതിരെ ഒരാരോപണവും ഉയരരുത്. നിങ്ങൾ കാരണം ഒരാളുടെയും മനസ്സ് വേദനിക്കരുത്. നിങ്ങൾ കാരണം ഒരാൾക്കും വേദനിക്കേണ്ടി വരരുത്. വിട്ടുവീഴ്ചയാണ് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ച മഹാഗുരുവാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതികാരമില്ലെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകഗുരു